ഇപ്പോൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരിൽ വലിയൊരു ശതമാനം സുഹൃത്തുക്കളും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നായിരിക്കും. ഉയരങ്ങളിലേക്ക് എത്താൻ കഠിന പ്രയത്നം നടത്തുന്നവരായിരിക്കും. അൺസർട്ടൈനിറ്റി എന്ന വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ ചെറുതല്ലാത്തൊരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് നൽകാൻ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ കൊണ്ട് സാധിക്കും. ടോക്ക് ടൈം ഇന്ന് പരിചയപ്പെടുത്തുന്നത് അബുൽ പക്കീർ ജൈനുൽ ആബിദീൻ കലാമിൻ്റെ ഓട്ടോബയോഗ്രഫിയായ വിങ്സ് ഓഫ് ഫയർ അഗ്നിച്ചിറകുകളെ കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. വിങ്സ് ഓഫ് ഫയറിൽ കലാം സാർ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെയുള്ള സംഭവങ്ങളാണ് പരാമർശിക്കുന്നത്. ബാക്കി അദ്ദേഹത്തിൻ്റെ തന്നെ ബയോഗ്രഫിയായ മൈ ജേർണി ട്രാൻസ്ഫോമിങ് ഡ്രീംസ് ടു ആക്ഷൻസിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഇനി നമുക്ക് കലാം സാറിൻ്റെ ജീവിതത്തിലെ ഹൈലൈറ്റ്സ് പറയാം. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ മിഡിൽ ക്ലാസ് ബോയ് ഫ്രം ഇന്ത്യ ഹു ഇവൻച്വലി ബിക്കെയിം എ സയൻറ്റിസ്റ്റ് ആൻഡ് ദെൻ ദി പ്രസിഡന്റ് ഓഫ് ദിസ് നേഷൻ. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു ഇടത്തരം ഫാമിലിയിലാണ് APJ ജനിക്കുന്നത്. ഇടത്തരം ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ആ നിലയിലുള്ള ഫാമിലി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ കലാമിൻ്റെ കുടുംബവും അനുഭവിച്ചിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും പത്രം വിറ്റും ചെറിയ ചെറിയ ജോലികൾ ചെയ്തും ഏറ്റവും നല്ല പഠനം എന്ന സ്വപ്നത്തിനു വേണ്ടി ആ കുട്ടി പ്രയത്നിക്കുകയായിരുന്നു. 1955 MIT മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്നും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ അദ്ദേഹം ഗ്രാജുവേഷൻ എടുത്തു. ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കലാം എക്സൽ ചെയ്യാൻ തുടങ്ങി. 1958 IAF ഇന്ത്യൻ എയർഫോഴ്സിലും 1960 ISROയിലും ശേഷം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയിലും പിന്നെ IGMDPയിലും ഇതിലൊക്കെ ജോലി ചെയ്തത് APJ അബ്ദുൽ കലാം. ആസ് ദ റിസൾട്ട് 1980 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ സാറ്റലൈറ്റ് റോഹിണി SLV-3 വിക്ഷേപണത്തിലൂടെ യാഥാർത്ഥ്യമാക്കി. ആൻഡ് ഹി ബിക്കെയിം ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ ഈ പറഞ്ഞ കലാമിൻ്റെ നാൾവഴികളില്ലേ, അതൊരു കാലത്ത് തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും ഒരു ചെറിയ കുട്ടി കണ്ട സ്വപ്നമായിരുന്നു. വെറും സ്വപ്നമല്ല, സ്വപ്നത്തെ അദ്ദേഹം തന്നെ നമുക്ക് നിർവചിച്ച് തന്നിട്ടുണ്ട്. Dream is not that which you see while sleeping. It is something that does not let you sleep. ഉയരങ്ങളിലേക്ക് പറക്കാൻ ചിറകുകൾ വേണം. അത് അഗ്നിയുടേതാകുമ്പോൾ, വിങ്സ് ഓഫ് ഫയർ ആകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റും. മറ്റൊരു പുസ്തക പരിചയവുമായി വീണ്ടും കാണാം. താങ്ക് യു.